മദ്യപിച്ചു കഴിഞ്ഞാൽ മനോനില തെറ്റുന്നവരുണ്ട്. പിന്നെ പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. മനസ്സിൽ പകയും വിദ്വേഷവും ആളിക്കത്തും. അങ്ങനെയുള്ളപ്പോഴാണ് ചെറിയ തർക്കങ്ങൾ പോലും കൊലപാതകത്തിൽ കലാശിക്കുന്നത്. കൊല്ലം താന്നിക്കമുക്കിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കൊലപാതകം മദ്യലഹരിയിലുണ്ടായ പ്രശ്നത്തെ തുടർന്നാണ്. ആളൊഴിഞ്ഞ വീടിൻ്റെ വരാന്തയിൽ മധ്യവയസ്കനെ കൊല്ലപ്പെട്ടതിൽ കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്ത് പോലീസിൻ്റെ പിടിയിലായി. സുരേഷ് ബാബുവിനെ ഇഷ്ടിക ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതി ബിജുവിൻ്റെ മൊഴി. കഴിഞ്ഞ ദിവസമാണ് തലയിൽ രക്തം വാർന്നു മരിച്ച നിലയിൽ സുരേഷ് ബാബുവിനെ കണ്ടെത്തിയത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം മദ്യപിച്ചിരുന്ന സുഹൃത്ത് ആലുംമൂടൻ എന്ന് വിളിക്കുന്ന ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. കടത്തിണ്ണകളിൽ അന്തിയുറങ്ങിയിരുന്ന ബിജുവും സുരേഷ് ബാബുവും ദിവസവും ഒരുമിച്ച് മദ്യപിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇരുവരും ചേർന്ന് മദ്യപിച്ചു. തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ സുരേഷ് ബാബു ബിജുവിനെ തൊഴിച്ചതിലുള്ള വിരോധത്തിൽ ഇഷ്ടിക ഉപയോഗിച്ച് സുരേഷ് ബാബുവിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. തുടർന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത അഞ്ചാലുംമൂട് പോലീസ് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.